ഹായ്. നമ്മുടെ യൂട്യൂബിലെ ഷാൻജോ ചേട്ടൻ പറയും പോലെ ചെറിയ ചന്ദ്രക്കാര മാമ്പഴമാണ് എപ്പോഴും മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആലുവയ്ക്ക് പോയപ്പോൾ കുറച്ച് ചന്ദ്രക്കാര മാമ്പഴം കിട്ടിയായിരുന്നു. പക്ഷേ നല്ല മണമുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള മധുരവും അല്ലെങ്കിൽ അത്ര ടേസ്റ്റും ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ സീസണിലായിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ്. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന കുറേ മാമ്പഴം ഫുള്ള് ചെറിയ ചെറിയ മാങ്ങയായിരുന്നു. അങ്ങനെ ആ മാമ്പഴം ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് എല്ലാം ഓക്കെ ആക്കി നമ്മൾ സാധാരണ നോർമലായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഓക്കെ ആക്കി നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇതിനകത്ത് പ്രധാന സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചെറിയ മാങ്ങയായിരുന്നു താനും കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മൊത്തം എടുത്താണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത്. കഴിക്കാൻ ഒരുപാട് പേരൊന്നുമില്ല. ഞാൻ കഴിക്കും, ഞാനെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അമ്മ കഴിച്ചാലായി, വേറെ ആരും ഈ വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു തവണ വേറൊരു മാമ്പഴ പുളിശ്ശേരി ഞാൻ ഇട്ടായിരുന്നു. ഇത് ചുമ്മാ ഒന്നും കൂടി ഇട്ടതാണ്. ഒരു ചെറിയ സംഭവം. തേങ്ങ പൊട്ടിക്കുമ്പോൾ നടുക്ക് വെച്ച് പൊട്ടിയില്ലെങ്കിൽ എന്തോ കഷ്ടകാലമാണെന്ന് പറഞ്ഞു. പിന്നെ പൊട്ടിയത് ശരിയായില്ല, എന്നാലും ഇപ്പോഴും നല്ല കാലമല്ലോ എന്നോർത്ത് സമാധാനിച്ചു. ഇതൊക്കെ എന്നെപ്പോലെ മടിയുള്ള ആൾക്കാർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കുരുകുരുന്ന് എരിഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവെ തേങ്ങ അരയ്ക്കാറ്. ചിരണ്ടത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പണിയൊക്കെ ചെയ്തിട്ടാണ് തേങ്ങ അരച്ചുള്ള കറികളൊക്കെ കൂടുതലും വെക്കാറ്. പിന്നെ ക്ഷമയില്ലാത്തത് കൊണ്ടും വളരെയധികം ധൃതി ഉള്ളതുകൊണ്ടും ചിലതൊന്നും അങ്ങനെ ശരിക്കും അറിയില്ല. എന്നാലും കുറച്ച് ക്ഷമയും സമയമൊക്കെ എടുത്ത് ഞാൻ അത്യാവശ്യം അരച്ച് റെഡിയാക്കി. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അപ്പോഴത്തേക്ക് നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അത് ആഡ് ചെയ്തു. പക്ഷെ കുറച്ച് തിക്നെസ് കുറവായിരുന്നു. കുറച്ചും കൂടി വെള്ളം കൂടി പോകുന്നൊരു സംശയം ഉണ്ടായി. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് കുറച്ചും കൂടി തിക്കായിരുന്നു. പിന്നെ തൈരും കൂടി സെപ്പറേറ്റ് ജാറിലിട്ടിട്ടാണ് ഒഴിച്ചത്. ചിലരിങ്ങനെ തേങ്ങയും തൈരും ഒക്കെ കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്യാറുണ്ട്. എന്താ എനിക്കറിയില്ല, എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. അതാണ് അവസാനത്തെ പ്രക്രിയ. നമ്മൾ കടുകൊക്കെ വറുത്ത് മുളകൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഇത് നെയ്യിലാണ് ശരിക്കും ഉണ്ടാക്കുന്നത്, നമ്മൾ വെളിച്ചെണ്ണയിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ മാമ്പഴ പുളിശ്ശേരി. വലിയ അഡിക്റ്റ് ആയിരിക്കുകയാണ്.